നമ്മുടെ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ Adda 24/7 ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്ന അമൽ സാറിനെ സ്നേഹാദരവോട് സ്വാഗതം ചെയ്യും. സത്യത്തിൽ വളരെ ഞാനൊരു മൈക്ക് എടുക്കുന്ന ആദ്യമായിട്ട് ഇതൊരു വിഷമത്തിൽ മൈക്ക് എടുക്കുന്ന ആദ്യമായിട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇരിക്കുന്ന ഒരു 50% ആൾക്കാർ എൻ്റെ സ്റ്റുഡൻസാണ്. നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസാണ്. അപ്പൊ നമ്മളിന്ന് സത്യത്തിൽ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2019 നോട്ടിഫിക്കേഷൻ വന്നു, 22-23 അതിന്റെ പ്രോസസ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് 24 വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. 24 വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അതായത് 2019 2024 5 വർഷം കളഞ്ഞ ആൾക്കാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. കളഞ്ഞാൽ 5 വർഷത്തെ അധ്വാനം, 5 വർഷത്തെ കഷ്ടപ്പാട്, ആ 5 വർഷത്തെ ബുദ്ധിമുട്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം നമ്മളൊരു ജോലിക്ക് പോയിട്ട് നമുക്കതിനൊരു ഫലമില്ലാത്ത ഒരവസ്ഥ, ആ ഒരു ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥ, ആ ഒരു എന്താ പറയാ നമ്മുടെ കഷ്ടപ്പാട്, നമ്മൾ ചെയ്ത കഷ്ടപ്പാട്, നമ്മൾ ചെയ്ത ബുദ്ധിമുട്ട്, അതിനൊന്നും ഒരു അംഗീകാരമില്ലാതെ ഒരു ഫലമില്ലാതെ നമ്മളിവിടെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇത്രയും ഫിസിക്കലും ബാക്കിയെല്ലാം നോക്കിയിട്ട് നമ്മൾ ഇത്രയും പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റിനകത്ത് വന്നിട്ട് ഇതിന് മുമ്പിൽ സമരമിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയൊരു അവസ്ഥ. എന്ന് വെച്ചാൽ നമ്മൾ ഈ PSC പഠിക്കുന്ന പിള്ളേരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ PSC പഠിക്കുന്നു, വീട്ടുകാരിറങ്ങിയാരില്ല, നാട്ടുകാരിറങ്ങിയാരില്ല, കഷ്ടപ്പാട് ബുദ്ധിമുട്ടും കാറ്ററിംഗ് ജോലിക്കും ബാക്കിയെല്ലാം പോയി, അല്ലെങ്കിൽ മേസ്തിരി പണിക്കും ബാക്കിയെല്ലാം പോയി. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന ആൾക്കാരാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഫിസിക്കലും പാസ്സായി റാങ്ക് ലിസ്റ്റിനകത്ത് വന്നിട്ട് ഇവിടെ ഈ സമരമിരിക്കേണ്ട അവസ്ഥ, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി നമ്മളിവിടെ കുത്തിയിരിക്കേണ്ട അവസ്ഥ ഭീകരമാണ്. അത് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, ബാക്കിയൊന്നും പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണുകളിൽ എനിക്ക് സമരത്തിന്റെ തീജ്വാലകളോ അല്ലെങ്കിൽ സമരത്തിന്റെ ആ ഒരു എന്താ പറയാ ഒരു കത്തി നിൽക്കുന്ന സാധനം ഒന്നുമല്ല എനിക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ വന്നപ്പോ ആ കണ്ണുകളിൽ കണ്ടതെന്ന് പറഞ്ഞാല് ദയനീയതയാണ്. അതായത് നിസ്സഹായ അവസ്ഥയല്ല, മറ്റൊന്നും ചെയ്യാനില്ല. നമ്മൾ പഠിച്ചു ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ പഠിക്കാൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം ഇവിടെ വന്ന് ഈ സമരമിരിക്കേണ്ട, ഈ വെയിലും കൊണ്ട് സമരമിരിക്കേണ്ട ഈ ഒരു അവസ്ഥ, അത് വളരെ 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 വിഷമകരമാണ്. എന്ന് വെച്ചാൽ 5 വർഷം പഠിച്ചു, എന്നിട്ട് ഈ റാങ്ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റിന്റെ 21% വരെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നിയമനം നടന്നിട്ടുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഇനി അങ്ങോട്ടുള്ള ജംബോ റാങ്ക് ലിസ്റ്റും ബാക്കിയൊന്നും വരത്തില്ല, ചെറിയൊരു റാങ്ക് ലിസ്റ്റ് മാത്രമേ വരത്തുള്ളൂ. ആ റാങ്ക് ലിസ്റ്റിനകത്ത് വരുന്ന കൂടുതൽ ആൾക്കാർക്കും എന്ത് കൊടുക്കും, ജോലി കൊടുക്കും. എന്നിട്ട് എവിടെയാണ് ജോലി? 21% പേർക്ക് മാത്രമേ എന്ത് കിട്ടിയിട്ടുള്ളൂ, ജോലി കിട്ടിയിട്ടുള്ളൂ. അതായത് ഈ പഠിച്ചതിന്, കഷ്ടപ്പെട്ടതിന്, ഫിസിക്കലി കിട്ടിയതിന് എന്താണ് ഒരു ഫലം? നമ്മുടെ CPOയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 26 വയസ്സ് വരെ മാത്രമേ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇതിന് തുടങ്ങിയ ഒരു കുട്ടി നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ആ കുട്ടിയുടെ വയസ്സ് ഏറ്റവും കൂടിയ വയസ്സ് എത്രയായിരിക്കും? 21 വയസ്സായിരിക്കും. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് ആ ഏജ് നിങ്ങൾക്ക് കഴിഞ്ഞാണ്, ഇനി നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ന് വെച്ചാൽ ബാക്കിയുള്ള എക്സാംസ് പോലെയല്ല ഈ CPO എക്സാം. അതായത് 26 വയസ്സ് വരെ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഇതൊരു ഡ്രീം ജോബാണ്. ഒരുപാട് പേര് ഈ ഒരു എന്താ പറയാ ഈ ഒരു പോസ്റ്റിലേക്ക് പഠിക്കാൻ നിങ്ങൾ വന്നത് ആ ഒരു ആഗ്രഹം കൊണ്ടാണ്. ആ ജോലി കിട്ടാം, CP പോലീസ് ആവണം, ആ ഒരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് പോലും രാഷ്ട്രീയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിൽക്കുന്ന ആർക്ക് രാഷ്ട്രീയമില്ല. ഇവിടെ നിൽക്കുന്നവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ജോലി കിട്ടാം. അതിനുവേണ്ടി ആരെങ്കിലും ഒന്ന് കണ്ണു തുറക്കാം. അതായത് നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരുടെ മുമ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മുടെ ദയനീയാവസ്ഥ പറഞ്ഞു പോകുമ്പോൾ ഇവരെല്ലാം അവസാനം ഇപ്പൊ നമ്മളെ ആട്ടിപ്പായിക്കലാണ് പതിവ്. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ എവരുടെ മുമ്പിലല്ലാതെ നമുക്ക് എവിടെ പോയി പറയാൻ പറ്റും? വഴിയെ പോകുന്നതിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇവരുടെ മുമ്പിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവർ എലക്ട് ചെയ്ത് എന്തേക്കുന്നത് അങ്ങോട്ട് വിട്ടേക്കുന്നത്. അപ്പൊ നമ്മള് ഇവരുടെ ഭാഗം തന്നെയാണ്, അല്ലാതെ നമ്മൾ പുറത്തുള്ള ജപ്പാനിലുള്ള കൊറിയയിലുള്ള ആൾക്കാരൊന്നുമല്ല. നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഭാഗം തന്നെയാണ്, ഈ നാട്ടുകാരാണ്, ഈ ഗവൺമെന്റിന്റെ അതേ പിള്ളേരാണ് നമ്മൾ. സോ നമ്മൾ അംഗീകരിക്കേണ്ടത്, നമ്മളെ ചേർത്ത് പിടിക്കേണ്ടത്, ഈ സമയത്ത് നമ്മളെ കൂടെ നിൽക്കേണ്ടത് ആരാണ്? ഗവൺമെന്റാണ്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും കണ്ണു തുറക്കുക. നമ്മൾ ഈ സമരം ചെയ്യുന്ന ഈ സത്യാഗ്രഹം ചെയ്യുന്ന ഈ സമരം ചെയ്യുന്ന ബാക്കി ഒന്നിനു വേണ്ടിയിട്ടല്ല, നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെയൊക്കെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ അവിടെ നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ കുടുംബം രക്ഷപ്പെടത്തുള്ളൂ. അല്ല, നമുക്കിവിടെ മറ്റൊരു രാജ്യത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ യൂറോപ്പിലും കാനഡയിലേക്ക് പോകാനായിട്ട് വിസയ്ക്കും ബാക്കിയില്ല 5 ലക്ഷം മാറ്റി വയ്ക്കാൻ പറ്റുന്ന എത്ര പേര് നിങ്ങളുണ്ട്? വളരെ കുറച്ച് ഉണ്ടോ? എനിക്കറിയത്തില്ല, ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്തുള്ള അവരുടെ ആൾക്കാരെല്ലാം ശരാശരിയാണ്, സാധാരണക്കാരാണ്. സാധാരണക്കാരാണ് എന്ന് വെച്ചാൽ ഈ വെയിലും കൊണ്ട് ബാക്കി എല്ലാം മാറ്റി വെച്ച് നിങ്ങളിവിടെ ഇരിക്കുന്നെങ്കിലും നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ചെയ്തു തരേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ്, ഒരു പൗരന്റെ കടമയാണ് നമ്മുടെ ഈ സമരം. നിങ്ങൾ ഈ സമരം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് നിങ്ങൾ ഈ സമരം ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? PSC പഠിക്കുന്ന, ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഓരോ കുട്ടിക്ക് വേണ്ടിയാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്. അപ്പോ നമ്മുടെ എല്ലാ പിന്തുണയും നമ്മൾ വളരെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നൽകുകയാണ്. എന്ത് ചെയ്യാം, കണ്ണു തുറക്കുന്നതിന് നമുക്ക് മുമ്പോട്ട് പോകാം, മറ്റൊരു വഴി നമുക്കില്ല. സോ
നമ്മള് ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ, ബാക്കിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് നമ്മുടെ കൂടെ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടത് ചെയ്തു തരിക. അത് നിങ്ങളുടെ കടമയാണ്, ഗവൺമെന്റിന്റെ കടമയാണ്. അപ്പൊ എല്ലാ ഐക്യദാർഢ്യവും ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരായിരം നന്ദി അമൽ സാറിന് ഈ ഒരു അവസരത്തിലൂടെ വന്ന് നമ്മളോട് കുറച്ചു നേരം സംസാരിച്ചു. അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ അവിടെ തന്നെയുണ്ട്, മറ്റു ദിവസങ്ങളെല്ലാം ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. നിയമനം എവിടെ സർക്കാരെ, നിയമനം എവിടെ സർക്കാരെ, നിയമനം എവിടെ സർക്കാരെ, നിയമനം എവിടെ സർക്കാരെ, നിയമനം എവിടെ സർക്കാരെ. മറുപടി പറയൂ സർക്കാരെ, 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 മറുപടി പറയൂ സർക്കാരെ. പോലീസിൽ ആളില്ല, പോലീസിൽ ആളില്ല, പോലീസിൽ ആളില്ല, പോലീസിൽ ആളില്ല, പോലീസ് സേനയിൽ ആളില്ല, പോലീസ് സേനയിൽ ആളില്ല, പോലീസ് സേനയിൽ ആളില്ല, പോലീസ് സേനയിൽ ആളില്ല. പോലീസ് സേനയെ ബലപ്പെടുത്താൻ, പോലീസ് സേനയെ ബലപ്പെടുത്താൻ ആളെടുക്കൂ സർക്കാരെ, ആളെടുക്കൂ സർക്കാരെ. പോലീസ് സേനയെ ബലപ്പെടുത്താൻ, പോലീസ് സേനയെ ബലപ്പെടുത്താൻ ആളെടുക്കൂ സർക്കാരെ, ആളെടുക്കൂ സർക്കാരെ. ഒന്നല്ല ഇത് രണ്ടല്ല, ഒന്നല്ല ഇത് രണ്ടല്ല, ഒന്നല്ല ഇത് രണ്ടല്ല, ഒന്നല്ല ഇത് രണ്ടല്ല. വർഷം 5 കഴിഞ്ഞിട്ട്, വർഷം 5 കഴിഞ്ഞിട്ട്, വർഷം 5 കഴിഞ്ഞിട്ട്, വർഷം 5 കഴിഞ്ഞിട്ട്. നിയമനം എവിടെ സർക്കാരെ, നിയമനം എവിടെ സർക്കാരെ, നിയമനം എവിടെ സർക്കാരെ, നിയമനം എവിടെ സർക്കാരെ. കാക്കിയണിയാൻ കൊതിച്ചവരെ, കാക്കിയണിയാൻ കൊതിച്ചവരെ, കാക്കിയണിയാൻ കൊതിച്ചവരെ, കാക്കിയണിയാൻ കൊതിച്ചവരെ തെരുവിലിറക്കിയ സർക്കാരെ, തെരുവിലിറക്കിയ സർക്കാരെ, തെരുവിലിറക്കിയ സർക്കാരെ, തെരുവിലിറക്കിയ സർക്കാരെ. നിങ്ങൾക്കിനിയും മാപ്പില്ല, നിങ്ങൾക്കിനിയും മാപ്പില്ല, നിങ്ങൾക്കിനിയും മാപ്പില്ല, നിങ്ങൾക്കിനിയും മാപ്പില്ല. കേരം തിങ്ങും കേരള നാട്ടിൽ, കേരം തിങ്ങും കേരള നാട്ടിൽ ജീവിക്കാനായി വഴിയില്ല, ജീവിക്കാനായി വഴിയില്ല. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ. പോലീസ് സേനയിൽ ആളില്ല, പോലീസിൽ ആളില്ല. കാക്കിയണിയാൻ കൊതിച്ചവരെ തെരുവിലിറക്കിയ സർക്കാരെ, നിങ്ങൾക്കിനിയും മാപ്പില്ല, നിങ്ങൾക്കിനിയും മാപ്പില്ല. കണ്ണും കയ്യും മെയ്യും കരളും, കണ്ണും കയ്യും മെയ്യും കരളും കാക്കി